ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ലൈറ്റ്സിനൊക്കെ ഭയങ്കര പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ട്. ഇതൊരു വീട് തന്നെ മാത്രമായിട്ട് അലങ്കരിച്ചേക്കുന്നത് കേട്ടോ. അവർ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് അത് അലങ്കരിച്ചിട്ടുമുണ്ട്. ഇവർ ചെറുതായിട്ട് സെയിൽ നടത്തുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കയറി നോക്കിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അവിടെ അവർ എന്തൊക്കെയോ സെയിലായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഓരോ വീടും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ അവർ അലങ്കരിച്ചിട്ടുണ്ട്. ചില വീടുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന വീടുകളൊക്കെ അവർ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അത് അലങ്കരിച്ചേക്കുന്നതും. പക്ഷെ നല്ല ഭംഗിയിലൊക്കെ ഓരോരുത്തർ അലങ്കരിച്ചിട്ടുണ്ട്. ട്രീ ഒക്കെ ജസ്റ്റ് ഒരു കോലയിൽ അവർ ആ LED കൊണ്ട് അലങ്കരിച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ അങ്ങനെ അലങ്കരിച്ചേക്കുന്നതാണ്. അങ്ങനെ ഓരോ വീടുകളിലും ചെറുതായിട്ടാണെങ്കിലും എല്ലാവരും തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഞാനൊരു വീട് കാണിച്ചു തരാം കേട്ടോ. അത് അവിടെ കാണാൻ വരുന്നവർ അങ്ങ് ദൂരെ നിന്നുള്ളവർ വരെ വരുന്നുണ്ട്. അത്രമാത്രം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് വണ്ടി ഇടാൻ പോലും അവിടെ സ്ഥലം കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ കാറിട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ നടന്നു വരികയാണ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീടുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇവർ അലങ്കരിച്ചെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു സൈഡ് തൊട്ട് തുടങ്ങി ഇപ്പുറത്തെ സൈഡിൽ അത്രമാത്രം ഇല്ല കേട്ടോ. ഈ ഒരു വലത്തെ സൈഡിൽ മാത്രമേ ഇത്രമാത്രം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ മാത്രം ഇത്രയും വീഡിയോ എടുത്തത്. അവർ ഓരോ സ്റ്റാച്യു പോലത്തെയൊക്കെ ഞാൻ ഷോപ്പുകളിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ സാധനമൊന്നും കണ്ടില്ല. പക്ഷെ എനിക്കിത് ഇവരെവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അതുപോലെ നല്ല സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമുക്ക് ഈ എയറിലൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഈ അവിടെ കാണിക്കുന്ന ഇച്ചിരി സാന്റാക്ലോസിനൊക്കെ വെച്ചേക്കുന്നില്ലേ, അതൊക്കെ ഇങ്ങനെ എയറിൽ വെച്ചിട്ടുള്ളത്. ഞാൻ ഈ വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ. ഫ്രാങ്കോ അപ്പോൾ എന്തോ പറയണുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തതാണ് ആ വണ്ടിയുടെ വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോന്ന് കാണാൻ തുടങ്ങി. പൊന്നൂസിന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പൊന്നൂസ് ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത് കൊണ്ട് ഓരോന്നൊക്കെ തൊട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുമ്പോഴൊക്കെ ആണെങ്കിലും പൊന്നൂസ് ഇരിക്കണമെന്നില്ല. ആൾക്ക് ആ ബൾബിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. ആളാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതും. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതുപോലെ അലങ്കരിച്ചേക്കുന്നതൊക്കെ കണ്ടേക്കുന്നത്. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരൊക്കെ കുറേ പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടമാതിരി പേരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അവിടെ സ്ഥലം കിട്ടാറില്ലായിരുന്നു. ഈ സാന്റാക്ലോസിനെ വെച്ചേക്കുന്നിടത്ത് അവർ ഒരു മ്യൂസിക് പോലത്തെ ഒരു പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വീടിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു അത്. ഈ വീട്ടിലെ ആൾക്കാരൊക്കെ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു റെഡ് പാൻറ്റും വൈറ്റ് ടോപ്പ് ഇട്ടേക്കണ ഒരു ചേച്ചിനെ കണ്ടായിരുന്നു. അത് ആൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയും ചെയ്യും. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ട്രീ പോലത്തെയാണെങ്കിലും സാന്റാക്ലോസ് ഇഷ്ടംമാതിരിയായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ പേര് വന്നുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ രസമാണ്. പിള്ളേരെല്ലാവരും വന്ന് അതിലൊക്കെ തൊട്ട് നോക്കി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്. ഞങ്ങളൊക്കെ ആണെങ്കിലും കുറേ അങ്ങോട്ട് പോയി ചുറ്റിക്കറങ്ങി വന്നു. പിന്നെ അതേപോലെ തന്നെ തിരിച്ചു വന്നു. അങ്ങനെയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു. എനിക്കിത് കണ്ടിട്ട് ഞാൻ ഫ്രാങ്കോനോട് പറയായിരുന്നു എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും മാത്രം കണ്ടത് എനിക്ക് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും പക്ഷെ ഞാൻ ആദ്യം ഇത്രമാത്രം കാണുന്നത് ഇവിടെയാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടെങ്കിലും പക്ഷെ ഇത്രമാത്രം അലങ്കരിച്ചത് കണ്ടേക്കുന്ന ഈ ഒരു ഫസ്റ്റ് വീടാട്ടോ ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിറങ്ങി ഞങ്ങൾ പതുക്കെ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് ഫ്രാങ്കോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നന്നാവളായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ തിരക്കിനേക്കാളും തിരക്കായിരുന്നു ഇവിടെ ഇഷ്ടമാതിരി വണ്ടികൾ. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞങ്ങൾ നടന്ന് ആണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. അതുപോലെ തിരക്കുകളായിരുന്നു. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പെറ്റ്സിനെയും കൂടെ കൊണ്ടുവരും. പെറ്റ്സിനെ എന്ന് വെച്ചാൽ ഇവിടെ ഡോഗ്സിനെയൊക്കെ ഒരു വീട്ടിൽ തന്നെ 2, 3 ഒക്കെ ഉള്ളവരാണ്. ഇവിടെ മുഴുവനും എല്ലാ വീടുകളും തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതും ആ കോർഡിനേറ്റ് ചെയ്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാവരും തന്നെ
കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് ഓപ്പൺ സ്പേസുമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമാതിരി നടക്കാനുള്ള സ്പേസും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ, അതായത് നേരത്തെ ഒരു സ്ഥലത്ത് പോയില്ലേ, അവിടുത്തെ ആ വീട്ടിൽ അലങ്കരിച്ച് അത്രമാത്രം ലൈറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട്, പക്ഷെ അത്രമാത്രം വെളിച്ചം ഇവിടെ ഇല്ല. കുറേ ഇരുട്ട് നിറഞ്ഞിട്ട്, പക്ഷെ എന്നാൽ ലൈറ്റ്സ് അവരിടുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും അത്രമാത്രം വെളിച്ചമില്ല. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും അത്രമാത്രം തെളിച്ചത്തോടെ കിട്ടത്തില്ല. പക്ഷെ ആ ലൈറ്റ്സിൻ്റെ ഒരു ഭംഗി അതുണ്ട്. അത് കൂടുതലും ലൈറ്റ്സിൻ്റെ ഭംഗി കാണിക്കാനാണോ ഈ ഇരുട്ട് പോലെയുള്ളത് ആക്കിയേക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ആ കാണിച്ചതിനേക്കാളും എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ. പക്ഷേ ഇവരുടെ എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ശരിക്കും ഓപ്പൺ സ്പേസിൽ ചെയ്യുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഓപ്പൺ സ്പേസ് എന്ന് പറയുമ്പോഴത്തേന് അത്രമാത്രം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. ഒരു മരം പോലും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ ആ മരത്തെ തന്നെ പല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. മറ്റേതിൻ്റെ അത്രയും ആൾക്കാർ അത് തന്നെ ഉണ്ട്. ഇവിടെ പറഞ്ഞ എല്ലായിടത്തും ഇങ്ങനെ എല്ലാവരും വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പൊന്നൂസിന് ഇറങ്ങി നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവിടുത്തെ പോലെ റോഡ് സൈഡല്ലേ, വണ്ടി വരത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. വണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് വേണം നടന്നു വരാൻ. ഈ പറഞ്ഞ പോലെ വേറെ സ്ഥലത്തിട്ടിട്ട് ഞങ്ങളൊരു 5-10 മിനിറ്റോളം നടക്കണം. അത്രമാത്രം ആൾക്കാരുടെ വണ്ടി അവിടെ ഉണ്ടാകും. എല്ലാവരും വരുന്ന വണ്ടി ഓരോരുത്തരും ഓരോ വണ്ടിയിലാണ് വന്നതെന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായിരുന്നു. എല്ലാവരും വന്നിട്ട് ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. മറ്റിടത്തുനിന്ന് അത്രമാത്രം എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, പൊന്നൂസിന് ഇവിടെ നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഉള്ളത് കൊണ്ടായിരിക്കണം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ എൻഡിലേക്കൊരു വീടുണ്ട്. പക്ഷെ അവർ അത്രമാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്രമാത്രം അവിടെ അറിയാൻ മാത്രം ഇല്ലായിരുന്നു. അവിടേക്കൊക്കെ ഇരുട്ടായിരുന്നേ. നമുക്ക് ഈ ഒരു സ്ഥലം തന്നെ മൊത്തത്തിൽ തന്നെ ഇരുട്ടാണ്. കാണുമ്പോൾ മനസ്സിലാവുകയും ഓരോരുത്തർ ടോർച്ചൊക്കെ ഇങ്ങനെ തെളിച്ചിട്ടാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത്. ഈ വീട്ടിലൊക്കെ അത്രമാത്രം ഇവരെ ഫുള്ളും അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇരുട്ടാണേ. ആരും എക്സ്ട്രാ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലൈറ്റ്സിൻ്റെ ഭംഗി അതറിയാൻ മാത്രം ഉണ്ടായിരുന്നു താനും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണേലും അങ്ങനത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസിനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. ആൾ നിന്നും തന്നു കേട്ടോ. കുറച്ച് നേരം നിന്നൊക്കെ തന്നു. ആൾക്ക് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കയറിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫ്രാങ്കോയ്ക്ക് പേടിയായിരുന്നു ലൈറ്റ്സ് കേട്ടോ ഷോക്ക് അടിക്കുമോ, തൊടിയിപ്പിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം ആൾ കളിച്ചു. പിന്നെ പെട്ടെന്ന് ഞങ്ങളങ്ങനെ പൊക്കിയെടുത്തു ആളെ. പിന്നെ അവിടെ തന്നെ കുറേ നേരം നിർത്തി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കൈ വിട്ടാൽ ആൾ ഓടും. അതുകൊണ്ടാണ് ഫ്രാങ്കോ 2 കൈയും പിടിച്ചിങ്ങനെ നടക്കുന്നത്. ആൾക്കിപ്പോൾ കളിക്കേണ്ട പ്രായമാണല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ, എവിടെ പോയി കളിക്കണം എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. നമ്മുടെ കൂടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെന്ന് നിർത്തിക്കാൻ പോലും ആൾക്ക് സമയമില്ല. ആൾക്ക് ഓടണം. ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തിയിട്ടാണ് കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് മാനിനെ തള്ളിയിടലായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിടിച്ച് നിർത്താനൊക്കെ നോക്കി, എന്നിട്ട് നടന്നൊന്നുമില്ല. പിന്നെ ഫ്രാങ്കോ പറഞ്ഞു വേഗം പോകാം പിന്നെ ഇവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കോ ഞങ്ങളെ വേഗം കൊണ്ടുപോകുമായിരുന്നു. ആളെ പിടിച്ച് വെക്കാൻ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ കരയും. അപ്പം തന്നെ എല്ലാവരും നോക്കും ഈ കൊച്ചെന്തിനിങ്ങനെ കരയണേ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങ് തന്നെ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കരഞ്ഞ അപ്പം തന്നെ വിടും. പക്ഷെ എന്നാലും ഫ്രാങ്കോ 2 കൈയും പിടിച്ച് ഇങ്ങനെ നടത്തത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് വന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് എല്ലാ വീടും തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ്സിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ വീടും തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഹുഡി സ്ട്രീറ്റിലേക്കാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഈ കാണുന്ന വണ്ടി മുഴുവൻ അങ്ങോട്ടേക്കുള്ള ആൾക്കാരുടേതായിരുന്നു. ഞങ്ങളൊരു 1 കിലോമീറ്റർ അപ്പുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നത്. ഇവിടെയായിരുന്നു ഏറ്റവും ഭംഗിയിൽ അവർ അലങ്കരിച്ചേക്കുന്നത് കാണാൻ വേണ്ടി. ഏറ്റവും ഭംഗി ഇവിടെയായിരുന്നു.
മുമ്പത്തെ ഭംഗിയില്ലെന്നല്ല, പക്ഷേ അതിനേക്കാളും കൂടുതൽ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ളതാണ്. പക്ഷെ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ബഹളം കാരണം പിന്നെ നമുക്ക് കുറച്ച് പെട്ടു കേട്ടോ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ കയറി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു ഓരോന്ന് അലങ്കരിച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഓരോ വീടിൻ്റെ മുന്നിലും മെരി ക്രിസ്മസ് എന്ന് എഴുതിയേക്കുന്നത് കാണാനും ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയേക്കുന്നത് കാണാനൊക്കെ അതുപോലെ ഭംഗിയായിരുന്നു. ഇവിടെ പിന്നെ 2 സാൻറ്റയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സാൻറ്റ അവരെ കാണാൻ ആക്ച്വലി ശരിക്കും ഒരു ഒരുങ്ങിയതല്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രസമുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് കുറച്ചും കൂടെ ക്രൗഡായിരുന്നു മറ്റേ സ്ഥലങ്ങളിലൊക്കെ എല്ലാം വെച്ച്. ഇതിന് തൊട്ട് പ്ലേസിനേക്കാളും ക്രൗഡായിരുന്നു ഇവിടെ. ഇവിടെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി വേണം നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ അത്ര മാത്രമില്ല, പക്ഷെ നമ്മൾ തുടക്കത്തിലൊക്കെ വരുമ്പോഴത്തേനും നല്ല ക്രൗഡിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഇവിടെയായിരുന്നു ഏറ്റവും ശരിക്കും പറഞ്ഞാൽ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞ് ഇവിടെയൊക്കെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ലൈറ്റ്സ് കൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ കടകളും വെച്ചിട്ടുണ്ട്. അതാണ് ഇവർ ഭയങ്കര ബിസിനസ് മൈൻഡായിട്ട് ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്തുന്നുമുണ്ട് ഇതിലൊക്കെ. പക്ഷേ എത്ര പേരെ ഇതൊക്കെ കണ്ടറിഞ്ഞ് വരുന്നത്. ഇതൊക്കെ ഞങ്ങൾ നോക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാട്ടോ കാണുന്നത്. ഇതൊക്കെ ഇവർ ഇന്ന സ്ഥലത്തുണ്ട്, ഇവിടെ പോയാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇതൊക്കെ ഇവർ ഓരോ അവരുടെ ഡോഗ്സിനെയും കൊണ്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും തന്നെ ഡോഗ്സിനെ കൊണ്ടുപോകാറുണ്ട്. ഇവിടെയൊക്കെ ഒരു വീട്ടിൽ തന്നെ 3 ഡോഗ്സൊക്കെ ആയിട്ടും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുണ്ട്. ഇവിടെ ഇതെല്ലാം കാണാൻ വേണ്ടി വന്നവരൊക്കെ ഈ ഡോഗ്സിനെ കൊണ്ടൊക്കെയാണ് വരുന്നത്. സാന്റാക്ലോസൊക്കെ വേഷം കെട്ടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്ത് വന്നൊന്നുമില്ല. അല്ലാണ്ട് ചിലവരുടെ അടുത്തൊക്കെ പോകാറുണ്ട്. അവരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളതൊന്നും എടുത്തൊന്നുമില്ല. ഫ്രാങ്കോ പറഞ്ഞ് എന്തിനെടുക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാട്ടോ ക്രൗഡ് കാണണമെങ്കിൽ കണ്ടോളൂ, ഇത്രമാത്രം ക്രൗഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ നമ്മുടെ വഴിയിൽ കൂടി ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലേക്കാളും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇത് ഫ്രാങ്കോ നടന്നു വരുന്നത്, ഞാൻ നടന്നു വരുന്ന ഒരു അലങ്കരിച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഫ്രാങ്കോനെയും കൊണ്ട് നടത്തിച്ച് മറ്റേത് ഞാനും നടന്നു. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രാങ്കോനെ ഇവിടെ നടത്തിയതൊന്നുമല്ല. പക്ഷെ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് നടന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോന്നൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ നടന്നു. പൊന്നൂസ് ഇവിടെയൊക്കെ നടന്നു കേട്ടോ. ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ കൊണ്ട് നടത്തുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ല. ഫ്രാങ്കോ റെഡിയായിട്ട് നിൽക്കുക. 2 കൈ പിടിക്കേണ്ട സമയമായോ ഇരുത്തി. ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കല്ലൊക്കെ ഇങ്ങനെ വാരും. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ആളതിലേക്ക് ആൾക്കെല്ലാത്തിലൊന്നും തൊട്ടൊക്കെ നടക്കണം. പുറകിൽ കൂടെ ആൾക്കാർ വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ നടക്കാൻ പറ്റത്തില്ലേ. നമുക്കെല്ലാം ഇങ്ങനെ പെട്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ അവരുടെ എല്ലാവരുടെയും പുറകെ പതുക്കെ നമ്മൾ നടന്നു വരണം. പക്ഷേ നമുക്ക് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. ചിലപ്പം വണ്ടിയൊക്കെ വരുന്നത് കൊണ്ട് സൈഡിൽ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാട്ടോ. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ കൂടെ നിന്നാൽ ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാവരും തന്നെ വന്നിട്ട് എടുത്തേനായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കറക്റ്റ് രീതിയിൽ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ, അല്ലാണ്ട് വീഡിയോ ഞാനിങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എൻഡിലേക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടെ ലെങ്ത്തായിട്ട് 500 മീറ്ററോളം ഇവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. 500 മീറ്ററിൻ്റെ അടുത്തായിട്ട് എന്തായാലും അലങ്കരിച്ചിട്ടുണ്ട്. അത്രമാത്രം ഞങ്ങൾ നടന്നിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ ഇതേപോലത്തെ സ്ഥലം 3-4 സ്ഥലത്തുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടേക്ക് നടന്ന് കുറച്ച് അങ്ങേ അറ്റം വരെ കുറച്ചും കൂടെ പോകാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ കഴിയും. ഇവിടെ എല്ലാ വീടും തന്നെ അടുപ്പിച്ച് എല്ലാ വീടും തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്കറിയത്തില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം, എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ സ്ഥലത്തിനേക്കാളും, അതായത് ഫ്രാങ്കോ നടന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ നടന്ന ഈ പ്ലേസാണ്. ഇവിടെ കുറേ പേര് നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പോലെ തന്നെ നമുക്ക് രസമാണല്ലോ. വേറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. ഇനി ഇപ്പുറം നടക്കുന്ന പെൺകുച്ച നടന്നു കഴിഞ്ഞിട്ട് വരുന്ന വരവാട്ടോ അതൊക്കെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ പ്ലേസ്. പിന്നെ ഞാൻ പൊന്നൂസിനെ കൊണ്ട് കുറച്ച് നേരം നടത്തിച്ച്
പൊന്നൂസിൻ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പിടിക്കുന്നത്. ഞാൻ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇത്രമാത്രം ലൈറ്റ്സ് ഞങ്ങൾ ഇതുവരെ കാണിച്ച വീഡിയോയിൽ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഈ ക്രോസ് ഒക്കെ ആക്കിയേക്കുന്നത് കാണാൻ അവർ നല്ല ഭംഗിയിൽ അവരതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ഈ ക്രിസ്മസ് സീസണിലെ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് നല്ല ഭംഗിയിലാണ് എല്ലാവരും ചെയ്തേക്കുന്നതും. പൊന്നൂസിനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊന്നൂസ് ഇവളുടെ ഓർമ്മ വെച്ച് ഇവൾ ആദ്യമായിട്ടാണല്ലോ ഇത് ഇത്രയും കാണുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിലായിരുന്നു പൊന്നൂസ് ഞാനും. ഇപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞ് ഇതെല്ലാം കണ്ടപ്പോൾ പൊന്നൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾക്ക് കാറിലേക്ക് കയറുമ്പോഴത്തേനും അവൾ കരയുമായിരുന്നു. പക്ഷെ അവൾക്ക് ഇങ്ങനെ ഇതിലെ കൂടെ നടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫ്രാങ്കോയ്ക്ക് ഇങ്ങനെ ഈ ലൈറ്റ്സൊക്കെ പോയി തൊടുമ്പോഴത്തേനും കൊച്ചു പോയി തൊടുമ്പോഴത്തേനും ഫ്രാങ്കോയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടായിരുന്നു നടന്നത്. പക്ഷെ എന്തുകൊണ്ടാണേലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.